ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ബുധനാഴ്ചകളിൽ നമ്മൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. സ്വല്പം വ്യത്യസ്തമായ രീതിയിൽ മൈൻഡ്ഫുൾ കഴിഞ്ഞ 100 സെഷൻസായിട്ട് ആന്റണി സാറിലൂടെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പല തലങ്ങൾ കേൾക്കുകയായിരുന്നു. 101ാമത്തെ സെഷൻ മുതൽ സാർ തീർച്ചയായിട്ടും പുതിയൊരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റീസെറ്റ്, ലെറ്റ് ഗോ ആൻഡ് ആങ്കർ. മൈൻഡ്ഫുൾനെസ്സിലേക്ക് കൂടുതൽ ചേർന്ന് വരാൻ അതിനുള്ള സ്റ്റെപ്പുകളായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുപാടുകളിലേക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ തലങ്ങളെ കൃത്യമായിട്ട് പകർന്നു കൊടുക്കാൻ എല്ലാ ബുധനാഴ്ചകളിലും ആന്റണി സാർ നൽകുന്ന ഈ ഒരു സേവനം തീർച്ചയായിട്ടും അത് സന്തോഷകരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാറിനോട് കൂടി ചേർന്ന് നിൽക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും ഞാനൊരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. ഓക്കെ, ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് ഈ വേദിയിലേക്ക് വരുന്നത്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നതനുസരിച്ച് ടൈം എന്ന് പറയുന്നത് മാറുന്നില്ല. യെസ്റ്റർഡേ ഇല്ല, ഇന്നും ഇല്ല, നാളെയും ഇല്ല, ഈ നിമിഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ ഇല്ല, അല്ലെങ്കിൽ 24 അങ്ങനെയൊന്നും ഇല്ല എന്ന് കരുതുന്നയാളാണ്. അപ്പം അതുകൊണ്ട് എനിവേ ഞാൻ എന്നാലും നിങ്ങൾക്ക് ഞാൻ ഒരു 2025 ആശംസിക്കുകയാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ ആ സാഹചര്യത്തിനനുസരിച്ച് വേണമല്ലോ നമ്മൾ പോകാനും. ഓക്കെ, ഇന്നിപ്പോ സാറ് പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു വർഷത്തേക്ക് തീർച്ചയായിട്ടും, ഇനി അടുത്ത വർഷത്തേക്ക് ഇതുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒരു വർഷത്തേക്കുള്ള ഒരു വിഷയമാണ് റീസെറ്റ്, ലെറ്റ് ഗോ ആൻഡ് ആങ്കർ എന്ന് പറയുന്നത്. റീസെറ്റ് എന്ന് പറഞ്ഞാൽ പുനഃസജ്ജീകരിക്കുക, നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ വിട്ടുകളയുക. അതുപോലെ തന്നെ നമ്മളൊന്ന് ആങ്കർ ചെയ്യുക. ആങ്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നങ്കൂരം ഇടുക. ചിലയിടത്തൊക്കെ നമ്മൾ ഉറച്ചു നിൽക്കണം, ചിലതൊക്കെ നമ്മൾ വിട്ടുകളയണം, ചിലതൊക്കെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്തതും എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഇത് പറയാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം തന്നെ വളരെ ആളുകൾ ഇതിനെപ്പറ്റി മോശമായി പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലെന്ന്. അതേസമയം അവര് ഈ ഇത് നിഷേധിക്കുകയും അവരതിന്റെ പ്രചാരകരായി തീരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. മൈൻഡ്ഫുൾനെസ് അത് ഒന്നുമില്ല, അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ മറ്റു വേദികളിൽ മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റൊന്നാണ് സെൻ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഇതും എനിക്ക് അറിയാവുന്ന കാര്യമാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിവില്ല. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ബയോഡേറ്റയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു സ്വയം പ്രഖ്യാപിത ഗുരുവായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം സെന്നും പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ നിശിതമായി മൈൻഡ്ഫുൾനെസ്സിനെ വിമർശിക്കുന്നയാളാണ്. ആ ബയോഡേറ്റ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെന്ന് അദ്ദേഹത്തിന്റെ, ഞാൻ ഒരു ജഡ്ജ്മെന്റലായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹം സെൻ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈൻഡ്ഫുൾനെസ്സും പഠിച്ചിട്ടില്ല. കാരണം ഞാൻ അറിയുന്ന ഇവരൊക്കെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നടത്തുന്നുണ്ട്, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നില്ല. അപ്പൊ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ല അവർ നടത്തുന്നത്. കാരണം അവർക്ക് ഒട്ടും അറിയത്തില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഗൈഡഡ് മെഡിറ്റേഷൻ നടത്തുമ്പോൾ അത് അവർ നടത്തുന്നത് ഏതോ ചക്ര ഹീലിങ്ങോ ചക്ര മെഡിറ്റേഷനോ ഇങ്ങനെയുള്ള ആ രീതിയിലാണ് അവർ നടത്തുന്നത്. അപ്പൊ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് അവരെ കുറിച്ച് ഓർത്തിട്ട് അല്ല ഞാൻ ഇത് എടുക്കുന്നത്. ഒന്നുകൂടി ഞാൻ പുറകോട്ട് പോവുകയാണ്. സെന്നിൽ ഒരു സേയിങ് ഉണ്ട്, അതായത് ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയും. എവറി ഡേ, എവറി മിനിറ്റ്, എവറി സെക്കൻഡ് വി ആർ ബിഗിനേഴ്സ്. അപ്പൊ എവറി ബ്രത്ത് ഈസ് എ ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ ഒരു ചൊല്ലുണ്ട്. അപ്പൊ ആ ബിഗിനേഴ്സ് മൈൻഡ് കൂടുതൽ സാധ്യതകളുള്ളതാണ് ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയുന്നത്. ഒരു നല്ല സെൻ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു സെൻ ഗുരു എന്ന് പറയുന്ന ആളിന് അധികം പോസിബിലിറ്റീസ് ഇല്ല. നേരെ മറിച്ച് ഒരു സെൻ ആദ്യമായിട്ട് അഭ്യസിക്കുന്നവരെ സംബന്ധിച്ച് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. ഇതേക്കുറിച്ച് തുടങ്ങും. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം എന്താ ചെയ്തത്, അല്ലെങ്കിൽ ഈ 100 ക്ലാസ്സുകൾ എങ്ങനെ പോയി, ഞാനിപ്പോൾ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഏകദേശം 3 വർഷമായി മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അത് വിട്ടിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ കൂടി വിശദമായിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ ആഴത്തിൽ മൈൻഡ്ഫുൾനെസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപാധി. അതായത് ആ ഏറ്റവും ഫൗണ്ടിങ് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പം ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വിഷയം, അതായത് റീസെറ്റ്, ലെറ്റ് ഗോ ആൻഡ് ആങ്കർ എന്നുള്ള ഈ ഒരു വിഷയത്തിന്റെ എന്താണ് നമ്മളുടെ പേഴ്സണൽ റിന്യൂവലിന് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷണൽ ആൻഡ് മെന്റൽ ബേർഡൻസിനെ നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയമാണ്. അത് എങ്ങനെയാണെന്നുള്ള ആ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ പർപ്പസ്. ഞാൻ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഡെഫിനിഷൻ ഓഫ് ദ ടൈം, ദെൻ ഏരിയാസ് വെയർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ആൻഡ് സ്റ്റേജസ്, ഏതെല്ലാം സ്റ്റേജസിലൂടെയാണ് നമുക്കത് കടന്നു പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് മീനിങ് എടുക്കാം. റീസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുണ്ട്. അത് ചിലപ്പോൾ ഹാങ്ങപ്പ് ആകും, അതിൻ്റെ റാം മോശമാകും, അല്ലെങ്കിൽ പ്രോഗ്രാം തമ്മിൽ എവിടെയെങ്കിലും കൺജസ്റ്റഡ് ആയി എന്തെങ്കിലും തരത്തിൽ അത് അനങ്ങാതെ വരുന്ന സമയത്ത് നമ്മൾ റീബൂട്ട് ചെയ്യുക എന്ന് പറയും, കോൾഡ് സ്റ്റാർട്ട് എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ, നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എന്താണ് ചെയ്യുന്നത്? നമ്മളൊന്ന് റീസെറ്റ് ചെയ്യും. അത് ഫോൺ സ്റ്റക്കായി അല്ലെങ്കിൽ അത് ഹാങ്ങപ്പ് ആകുന്ന സമയത്ത് നമ്മൾ റീസെറ്റ് ചെയ്യും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു റീസെറ്റിംഗ് ആവശ്യമുണ്ട്. എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഹാങ്ങപ്പായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ വരിക, അല്ലെങ്കിൽ പ്രശ്നങ്ങളായി ആകെപ്പാടെ സങ്കീർണതയായി കാര്യങ്ങൾ നടക്കുന്നില്ല, ക്ലാരിറ്റി ഓഫ് തോട്ട് ഇല്ല, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യുക. അതെന്താണെന്നുള്ള ആ റീസെറ്റിങ്ങിന്റെ ശരിയായിട്ടുള്ള പാതയിൽ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്, ഇന്നല്ല ഈ ഒരു വർഷം എടുക്കുന്നതാണ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇന്ന് നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷനിൽ എടുക്കുന്നത്. അടുത്ത രണ്ടാമത്തെ അർത്ഥം ലെറ്റ് ഗോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളയണം, ലെറ്റ് ഗോ, വേണ്ടാന്ന് വെക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇല്ലേ, ബന്ധങ്ങളാകാം, ചില ബന്ധങ്ങൾ നമ്മൾ കൂട്ടി വീണ്ടെടുക്കണം, അല്ലെങ്കിൽ ചിലത് വേണ്ടാന്ന് വെക്കണം. അതുപോലെ തിങ്കിങ്, നമ്മുടെ തോട്ട് പാറ്റേൺസ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് വെക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ മുറിവുകൾ, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് മറക്കാനും ക്ഷമിക്കാനും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ വിട്ടുകളയാൻ പഠിക്കുക. അങ്ങനെ അത് എങ്ങനെയാണ് സാധിക്കുന്നത്? അല്ലെങ്കിൽ അതാണ് മറ്റൊന്ന് റീസെറ്റ്. നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുന്ന ഒരു കാര്യം, വീണ്ടും ബിഗിനിങ്, സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്, സ്ക്രാച്ചസ്. അതിനുശേഷം ലെറ്റ് ഗോ, കുറെ എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെയാണ് ഫോണാണേലും അതിന്റെ മെമ്മറിയിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം നമുക്ക് സ്പേസ് ഉണ്ടാക്കണം നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ പ്രവർത്തനങ്ങളിൽ, തിങ്കിങ് പാറ്റേൺസിൽ, ഇങ്ങനെ എല്ലായിടത്തും നമ്മൾക്ക് സ്പേസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ ലെറ്റ് ഗോ. ദെൻ ആങ്കർ, ചില കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യണം. ഏതെങ്കിലും കമ്പ്യൂട്ടർ ആട്ടെ, വാഷിംഗ് മെഷീൻ ആട്ടെ, എന്തെങ്കിലും ഒരു സംഗതി, അല്ലെ കാറിന്റെ ആട്ടെ, നമ്മളിത് ചിലപ്പോൾ അത് കേടാകുന്നു, ചിലത് റീപ്ലേസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ചിലതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, ഇല്ലേ, മുറുക്കണം. ചില നട്ടും ഇതൊക്കെ നമ്മൾ മുറുക്കേണ്ടത് വരും എന്ന് പറഞ്ഞാല് ആങ്കറിങ്. സോ അതിനെക്കുറിച്ച് അത് ആണ് നമ്മളുടെ ഈ ഒരു വർഷത്തെ ടാർഗറ്റ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്. ഇനി ഏരിയാസ്, ഏതെല്ലാം ഏരിയയിലാണ് ഇത് വരുന്നത് വെച്ചാൽ നമുക്ക് ബ്രെയിനിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പുതിയ പുതിയ ന്യൂറൽ പാത്വേസ് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും നമ്മളുടെ ചിന്തയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ പഠനങ്ങളിൽ, പല പല അനേക തരത്തിൽ നമുക്ക് ഒരു ന്യൂറോ റീസെറ്റിംഗ് നമുക്ക് നടത്താൻ പറ്റും. ബ്രെയിനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മൈൻഡിലാണ് നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ചാറ്ററിങ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ഇങ്ങനെയെല്ലാം നമ്മളെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡിൽ തന്നെ, നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കൊരു റീസെറ്റ് ആവശ്യമുണ്ട് ടൈം ടു ടൈം. കാരണം അത് ആവശ്യമില്ലാത്തതാണ് നമുക്കറിയാം, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഇതൊന്ന് റീസെറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതാണ്. പിന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ആളുകൾക്കും, ലോക ജനസംഖ്യയിൽ തന്നെ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ തോട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഒരു ആവശ്യകത അവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ മെഡിറ്റേഷനിലേക്ക് അല്ലെ മൈൻഡ്ഫുൾനെസ്സിലേക്ക് ഒന്നും വരാത്തതിന്റെ കാരണം. സാരമില്ല, ഇറ്റ് ഡസന്റ് മാറ്റർ. കാരണം അവർ അതിന്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കുന്നില്ല. നമ്മളൊരു രണ്ട് രേഖ വരച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അറിയാം, ഒന്ന് നീളമുള്ളതാണ് അല്ലെങ്കിൽ ഒന്ന് നീളം കുറഞ്ഞതാണെന്ന് നമ്മൾ പറയുന്നു, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നിനോട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നിന്റെ ഡിഫറൻസിലാണ് നമ്മളത് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ തോട്ടിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതിലായി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകില്ല. ആ തോട്ട്ലെസ് അവയർനെസ്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ മൂക്കോളം മുങ്ങി എന്ന് പറഞ്ഞ മട്ടിൽ നമ്മൾ അത് മുങ്ങിപ്പോയി പോവുകയാണ്. ബോഡി, നമുക്ക് റീസെറ്റ് ചെയ്യാം നമ്മുടെ ബോഡിയെ. എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ, ഇതുപോലെ നമ്മുടെ ബോഡിയെ നമുക്ക് കൂടുതൽ, നമ്മുടെ മസിൽസിനെയൊക്കെ നമുക്ക്
റീസെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ നടക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ബോഡിയിൽ പിന്നെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് റീസെറ്റ് ചെയ്യാം. ദെൻ ഇമോഷൻസ്, നമ്മളുടെ ഇമോഷണൽ ആ തലത്തെ കൂടി വൈകാരിക തലത്തെയും നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആ ഇമോഷൻസിനെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന് സ്പിരിറ്റ് ആണ്. അതിപ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. സ്പിരിച്വൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാനിവിടെ പറയുന്നത്. സ്പിരിച്വൽ അതായത് ആ രീതിയിൽ ഇപ്പം വാസ്തവത്തിൽ ഈ സ്പിരിച്വൽ മേഖലയിലുള്ള ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി റീസെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അതവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടത് വീണ്ടും വീണ്ടും പറയുകയാണ്. ആ റീസെറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് അത് ചോദ്യചിഹ്നമാണ്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷെ നമ്മളുടെ ആ ഇൻപുട്ട് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടല്ല നമ്മളുടെ റീസെറ്റിംഗ് അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് കുറയ്ക്കുന്നത് കൊണ്ടാണ്. കുറെ കൂടി നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ വസ്തുതകളെ മനസ്സിലാക്കുകയും ആ രീതിയിൽ നമ്മൾ പോവുകയും ചെയ്യുന്നതിലാണ്. അല്ലാതെ ഏതെങ്കിലും കൃത്യമായി പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങളിലല്ല നമ്മളുടെ സ്പിരിച്വൽ ലൈഫ് വർദ്ധിക്കുന്നത്. അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു നമ്മളുടെ ബ്രെയിനിന്റെയോ മൈൻഡിന്റെയോ ബോഡിയുടെയോ ഇമോഷൻസിന്റെയോ ഒന്നും ഒരു ഭാഗമായിട്ടല്ല വരുന്നത്. അവിടെ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കും. പക്ഷെ നമ്മളത് കോൺഷ്യസ് ആകണം. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ചാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ആ എൻവയറമെന്റിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? നമ്മുടെ വീട് വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിലുള്ള ഉപകരണങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ പരിസരങ്ങൾ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ പരിധിക്ക് അപ്പുറത്തുള്ള നമ്മുടെ ലോകം, നമ്മളുടെ ചുറ്റുപാടുകളും എല്ലാം നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സോഷ്യൽ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അത് ചിലത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക്, അതല്ലെങ്കിൽ നമുക്ക് ചിലത് നമുക്ക് കൂടുതലായിട്ട് വീണ്ടെടുക്കാൻ പറ്റും. എല്ലാം റീസെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ സോഷ്യൽ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചുള്ളതാണ്. ദെൻ ഹാബിറ്റ്സ് ആൻഡ് റൊട്ടീൻസ്, നമുക്കറിയാം നമ്മൾ ചെയ്തു വരുന്ന ചില ഹാബിറ്റ്സ് ഏതെല്ലാം തരത്തിലുള്ളതൊക്കെ ഇത് വി കോൾ ഇറ്റ് ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ റൊട്ടീൻസ് ഉണ്ടാകും. അതൊന്ന് എന്താണ് കൂടുതൽ കിടന്ന് ഉറങ്ങുന്ന സമയം കൂടുതൽ ഉറങ്ങി സമയം കളയുന്നവരുണ്ടാകും. അത് നാളെ രാവിലെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കണം, 5 മണിക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ കരുതി അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ന്യൂ ഇയറിലൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ പ്രതിജ്ഞകളൊക്കെ ഉണ്ടാകും. അത് സാരമില്ല, ഓർത്തിരുന്നോളുക. ജനുവരി 17-ാം തീയതി ഒരു ദിവസമുണ്ട്. അത് ലോകം മുഴുവനും ഈ 1-ാം തീയതി പോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിച്ച് ദി ന്യൂ ഇയേഴ്സ് ഡിസിഷൻ എന്ന് പറയാം. അതായത് നമ്മളുടെ എടുത്ത തീരുമാനങ്ങൾ മടുത്തു, നടക്കുന്നില്ല, രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഹാബിറ്റ്സ് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുഴിച്ചു മൂടും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രീത്തിങ്ങിലേക്കാണ് പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ബ്രീത്തിങ്ങിലൂടെ, അതായത് മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതാണ് ബ്രീത്തിങ്ങിനെ എന്ന് പറയുന്നത്. നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻ നമ്മൾ നടത്തുമ്പോഴേക്കും എത്രയോ പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഞാൻ പറയുന്നത് ബാക്ക് ടു ദി ബ്രീത്തിങ് ഓർ അവെയർ ഓഫ് ദി ബ്രെത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. ഇപ്പൊ ബ്രീത്തിങ് ആണ് ഇന്നത്തെ നമ്മളുടെ വിഷയം, അല്ലെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്താണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. അതായത് സിമ്പിളി എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഓക്സിജൻ നമ്മളുടെ ശരീരത്തിലേക്ക് വരുന്നു, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നു. ഇതൊരു റീസെറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിന്റെ പ്രോസസ്സാണ്. നമ്മൾ അറിയാതെ ആദ്യ ബ്രത്ത് മുതൽ അവസാനത്തെ ബ്രത്ത് വരെ നമ്മൾ ഇതറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒന്ന് ആണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. പക്ഷേ മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നമ്മളുടെ നോർമൽ ബ്രത്ത് അല്ല, നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ നടത്തുന്നതല്ല. മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ് ഓർ യുവർ അറ്റൻഷൻ, നമ്മളത് ഓൺ യുവർ ബ്രത്ത്, ഇൻഹെയിൽ, എക്സെയിൽ ആൻഡ് ബിൽഡ് റെസീലിയൻസ്. എന്താണ് നമ്മളുടെ ശരീരത്തെ, ജീവനെ പിടിച്ചു നിർത്തുന്നതാണ് ബ്രീത്തിങ് എങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഓരോ അവെയർനെസ്സും, ഓരോ അവെയർ ആയിട്ട് നമ്മൾ നടത്തുന്ന ശ്വാസോച്ഛ്വാസം നമ്മളുടെ മാനസികവും വൈകാരികവുമായ തലങ്ങളെ പുനർജീവിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ ഓക്സിജൻ കൊടുക്കും. ഞാൻ അത് സിംബോളിക്കായിട്ട് ഞാൻ പറയുന്നതാണ്. അതിന് കൂടുതൽ ജീവൻ നൽകി റെസീലിയൻസിലേക്ക് വരുന്നു. നമുക്കറിയാം റെസീലിയൻസ് എന്ന് പറയുന്നത് ഒരു ജീവിക്ക് എന്തെങ്കിലും മരണപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാഹിതം ഉണ്ടായി കഴിയുമ്പോൾ അത് തിരിച്ച് റീസെറ്റ് ചെയ്യുന്ന ആ ഒന്നിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യനും മനസ്സുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വൈകാരിക തലങ്ങൾ വളരെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ആ തലവും വിട്ട്
മനസ്സിനെയും വൈകാരിക തലങ്ങളെയും കുറെ കൂടി ശാന്തമാക്കി വരുമ്പോഴാണ് നമ്മൾ റെസീലിയൻസിലേക്ക് വരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണ് നമുക്ക് ഹോമിയോസ്റ്റാസിസ് പോലും നമുക്ക് ഉണ്ടാകുന്നില്ല, നമുക്ക് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. റെസീലിയൻസ് എന്ന് പറയുന്നത് നമുക്ക് അപ്രാപ്യമായ ഒരു 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 വൻകര പോലെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് എന്താണ് നമ്മൾ ഉള്ളിലേക്ക് വരുന്ന വായുവിനെയും പുറത്തേക്ക് തള്ളുന്ന വായുവിനെയും നമ്മൾ അറിയുന്നു. അത് നമ്മളുടെ റെസീലിയൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഡിഫറൻസ്. എന്താണ് നോർമൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്? അതായത് ബേസിക് ലൈഫ് ഫങ്ഷൻ ആണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളുടെ ആ ബ്രീത്തിങ് നടക്കുന്നില്ലെങ്കിൽ പോയി എന്നുള്ളത് വളരെ വ്യക്തമാണ്, അല്ലേ? ശ്വാസം നിലച്ചു എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ബ്രീത്തിങ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നത്, നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അൺകോൺഷ്യസ് ആകുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഓപ്പറേഷന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടേയിരിക്കും. അത് നടക്കുന്നത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത് എംബ്രിയോണിക് ബ്രീത്തിങ് എന്ന് പറയും. അതുവഴിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതായത് മൂക്കും വായു ഒന്നും ഇല്ലാതെ നമ്മൾ ശ്വസിക്കാൻ പഠിക്കുന്നതാണ്. താവോയിസത്തില്, അതായത് ഒരു ബുദ്ധിസത്തിന്റെ ഒരു ഒരു ഗ്രൂപ്പില് ഇതുപോലെയുള്ള എംബ്രിയോണിക് ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് സിസ്റ്റം അവർ മെഡിറ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. എനിവേ അത് നമ്മൾ ഇപ്പം അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തെ ആണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ അൺകോൺഷ്യസ് ആയിരിക്കും നമ്മൾ, ഇല്ല? ബ്രീത്തിങ്ങിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ ബ്രീത്തിങ് നടത്തുന്നുണ്ട്. നോ തോട്ട് ഓർ അറ്റൻഷൻ. നമുക്ക് ചിന്ത വേണ്ട, എനിക്ക് ബ്രീത്ത് ചെയ്യണം എന്നുള്ള ഒന്നും വേണ്ട. എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം കുടിക്കണം എന്നുള്ളത് അത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ബ്രീത്തിങ് എന്ന് പറയുന്നത് മരിക്കുന്നതരം വരെയും നടക്കും. നോ തോട്ട് ഓർ അറ്റൻഷൻ ഈസ് നെസസറി. എന്തിന്? നോർമൽ ബ്രീത്തിങ്ങിന്. ദെൻ ചില സമയത്ത് അത് വളരെ ഷാലോ ആയിരിക്കും, പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പോകും, അല്ലെങ്കിൽ വളരെ ഷാലോ ആയിട്ടുള്ളതുണ്ടാകും. ചിലപ്പോൾ ഇറഗുലർ ആയിരിക്കും, ചിലപ്പോൾ ഡീപ്പ് ആയിരിക്കും. ഇതെല്ലാം അത് ശരീരം അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാറ്റി ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ വാട്ട് ഈസ് ഹോമിയോസ്റ്റാസിസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ശരീരത്തിന്റെ പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഓടുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ഓട്ടം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇതിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു മൃഗം നമ്മളെ ഓടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപക്ഷെ വന്യമൃഗങ്ങളില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പട്ടി നമ്മളെ ഓടിക്കുന്നു, നമ്മൾ ഓടുന്നു, അതിനകത്ത് നിന്ന് നമ്മൾ കഥയ്ക്കുന്നു, വീണ്ടും അത് റീസെറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബോഡിയെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി, ഹോമോസ്റ്റാസിസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിന്റെ ആണ്. അത് നമ്മൾ കൂടുതലും ഡീപ്പ് ആൻഡ് ഇന്റൻഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. നോർമൽ ബ്രത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് കുറച്ചുകൂടി സാവകാശം എടുത്ത്, കുറെ കൂടി സമയമെടുത്ത് ഇൻഹെയിൽ ചെയ്യുക, കുറെ കൂടി സമയമെടുത്ത് എക്സൈൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സെന്നിങ് പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് 5 സെക്കൻഡ് ഇൻഹലേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 2 or 3 സെക്കൻഡൂടെ കൂടുതൽ എടുക്കണമെന്നാണ് പറയുന്നത് എക്സലേഷൻ. അതായത് നമ്മളുടെ പുറത്തേക്കുള്ള അല്ലെങ്കിൽ നിശ്വസനം നടത്താൻ വേണ്ടി ശ്വാസം എടുക്കുന്നതിനേക്കാൾ 2 or 3 സെക്കൻഡ് കൂടി, അല്പം കൂടി ദൈർഘ്യം കൂടുതൽ എടുത്ത് വേണം അത് നമ്മൾ, ദാറ്റ് മീൻസ് നമ്മളുടെ ലങ്സിലുള്ള അത് മുഴുവനും നമ്മൾ പുറത്തേക്ക് തള്ളണം എന്നാണ്. ഓക്കെ, ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺഷ്യസ്ലി റെഗുലേറ്റഡ് ആണ്. നമുക്കത് റിതമിക് ആയിട്ട് ചെയ്യാൻ പറ്റും, ഇല്ലേ? എത്ര സെക്കൻഡ് ഞാൻ ശ്വസിക്കണമെന്ന് എനിക്ക് തന്നെ തീരുമാനിക്കാം, ഓരോരുത്തർക്കും തീരുമാനിക്കാം അവരുടെ ആവശ്യമനുസരിച്ച്. കോൺഷ്യസ്ലി റെഗുലേറ്റഡ്, ഡെലിബറേറ്റ് ഫോക്കസ് അറ്റൻഷൻ. നമ്മൾ ശ്വാസം വരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, അതേക്കുറിച്ച് അവെയർ ആകുന്നു. ശ്വാസം പുറത്തേക്ക് പോകുന്നു, അതേക്കുറിച്ച് അവെയർ ആകുന്നു. ആൻഡ് ദെൻ ഓൾസോ നമ്മൾ എന്താണ് സെൻസേഷൻസിൽ ഉണ്ടാകും. ഉദാഹരണം, ചൂടുള്ള ഇതാണോ, തണുപ്പുള്ള വായു ആണോ, അല്ലെങ്കിൽ ചില സമയത്ത് ഷാലോ ആയിരിക്കുമോ, ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ആ ബ്രീത്തിങ്ങിനെ കുറിച്ചുള്ള ഫുൾ അവെയർനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ആക്റ്റീവ് കൺട്രോൾ ഓവർ ദി റിതം, നമുക്ക് ആ റിതത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും, ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട്. ദെൻ ബൂസ്റ്റ് മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്, നമ്മളുടെ മാനസികവും അതുപോലെ ശാരീരികവുമായിട്ടുള്ള വെൽബീയിങ്ങിന്, സുസ്ഥിതിക്ക് ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ് ആവശ്യമാണ്, അല്ലെ സഹായിക്കും. മറ്റൊന്ന് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആണ് ഈ ബ്രീത്തിങ്ങിൽ ശരിക്കും മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരുന്നത്.
ദാറ്റ് മീൻസ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താണ് നമുക്ക് എന്തെങ്കിലും അത് എപ്പോഴും അലേർട്ട് പോലെയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. അപ്പോൾ പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ്. റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് അങ്ങനെയാണ് നമ്മൾ മൃഗങ്ങളെ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറെ കൂടി ഒത്തിരി മാനസിക സംഘർഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വളരെ ശരീരം ശാന്തമാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നു. ഇങ്ങനെയുള്ള ആ ഒരു സ്ട്രെസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് പാരാസിമ്പത്തറ്റിക്. അതായത് ഈ മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസ് ഇതാണ്, അതായത് എവറി കോൺഷ്യസ് ബ്രത്ത് ഇൻക്രീസസ് യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയും. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു ശ്വാസം എടുത്തിട്ട് അത് വിടുന്ന സമയത്ത് അത് ദാറ്റ് മീൻസ് നമുക്ക് ആ കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കും. മറ്റേ ഓട്ടോമാറ്റിക് ഇല്ലാതെ നമ്മുടെ കോൺഷ്യസ്നെസ് വർദ്ധിക്കുന്നില്ല. സോ പാരാസിമ്പത്തറ്റിക് ദാറ്റ് മീൻസ് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിന്റെ അതിലേക്ക് കൂടുതൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ശരിക്കുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടണം. എങ്ങനെയാണ് നമ്മുടെ ബ്രീത്തിങ്. നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പക്ഷെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് ഒരു നവജാത ശിശു അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 3 സെക്കൻഡാണ് പെർ സൈക്കിൾ. അപ്പം 2 അല്ലെങ്കിൽ 3 സെക്കൻഡ് കൊണ്ട് അവർ ശ്വസിക്കുകയും അത് അവർ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് റാപ്പിഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം റെസ്റ്റിംഗ് ചിൽഡ്രൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കറിയാം, ശിശുവല്ല, കുറച്ചുകൂടി പ്രായമായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 30 ബ്രത്ത്സ് ആണ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ അവർ 20 മുതൽ നോർമലി അപ്പം ഓട്ടോ ചാട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരവസരത്തിൽ റെസ്റ്റിംഗ് ഇതിൽ 20 മുതൽ 30 ബ്രത്ത്സ് ആണ് അവർ എടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ബ്രത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2-3 സെക്കൻഡ് പെർ സൈക്കിളിലാണ് അത് നടക്കുന്നത്. കൂടുതൽ സംഘർഷങ്ങൾ മാനസികമായിട്ടുള്ള ഇതൊന്നും ഇല്ലാത്ത ആ കുട്ടികളുടെ ആ റെസ്റ്റിംഗ് പീരീഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതേസമയം പ്രായപൂർത്തിയായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 12 മുതൽ 20 വരെ ബ്രത്ത്സ് ആണ് എടുക്കുന്നത് പെർ മിനിറ്റ്. അടുത്തത് ലെങ്ത് ഓഫ് 1 ബ്രത്ത് 3 to 5 സെക്കൻഡ്സ് ഇരിക്കും. ഇതെല്ലാം നമ്മളുടെ ഒരു പരിധി വരെ നമ്മൾ എന്താണ് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും, നമ്മുടെ മാനസിക അവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അപ്പം 3 to 5 സെക്കൻഡ് പെർ സൈക്കിൾ ആണ്. ദാറ്റ് മീൻസ് 1 to 2 സെക്കൻഡ്സ് പെർ ഇൻഹലേഷൻ ആൻഡ് 2 to 3 സെക്കൻഡ്സ് പെർ എക്സലേഷൻ. ഈ രീതിയിലാണ് നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മളുടെ ഈ ബ്രത്ത് എന്ന് പറയുന്നത്. ഇനി റെസ്പിറേറ്ററി റേറ്റ് ഡ്യൂറിങ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 5 മുതൽ 10 ബ്രത്ത് വരെയാണ് പെർ മിനിറ്റ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. കണ്ടോ, അതിൻ്റെ ആ റേറ്റ് കുറഞ്ഞു. നമ്മൾ ഒരു ബ്രത്ത് വരുന്നു, അതേക്കുറിച്ച് അറിയുന്നു, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആ എക്സലേഷൻ നമ്മൾ നടത്തുന്നു. അങ്ങനെ നമുക്ക് കൂടുതൽ നമ്മളുടെ ബോഡി റെസ്റ്റിലേക്ക് പോകത്തക്ക രീതിയിലാണ്. അത് 5 മുതൽ 10 വരെയാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ സമയത്തുള്ള നമ്മളുടെ ബ്രത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഡ്യൂറിങ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന അത് തന്നെ അവിടെ തന്നെ 4 മുതൽ 10 വരെ ആക്കാം നമുക്ക്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. 5 മുതൽ 10 വരെയാണ് അതിന്റെ ബ്രീത്തിങ് ഇത് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 4 മുതൽ 10 വരെ ആക്കി നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി അഡ്വാൻസ്ഡ് പ്രാക്ടീഷണേഴ്സ്, കൂടുതലായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ യോഗികളെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ബ്രത്ത് റേറ്റ് എന്ന് പറയുന്നത് 3 മുതൽ 6 പ്രാവശ്യമാണ് അവർ ശരിക്ക് ഒരു മിനിറ്റിൽ അവർ ബ്രീത്ത് ചെയ്യുന്നുള്ളൂ. 3 മുതൽ 6 വരെയേ ഉള്ളൂ. മറ്റൊന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഡ്യൂറിങ് മെഡിറ്റേഷൻ 4 to 10 ആകാം. അതല്ലെങ്കിൽ ഇവിടെ 5 to 10 ആകാം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ്ഡ് പ്രാക്ടീഷണേഴ്സ് അവർ കുറെ കൂടി ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, നമുക്ക് അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ദെൻ റെസ്പിറേറ്ററി റേറ്റ് ഡ്യൂറിങ് മൈൻഡ്ഫുൾനെസ്, അതായത് റെസ്റ്റിംഗ് സ്റ്റേറ്റ്. മൈൻഡ്ഫുൾനെസ് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് നോർമലി ശരിക്കുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ
റെസ്റ്റിലേക്ക് വരുന്നു. അതായത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു. റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 10 മുതൽ 16 വരെ നമുക്ക് ബ്രത്ത് പെർ മിനിറ്റ് നമുക്ക് എടുക്കാം. ഇനി മറ്റൊന്ന് ഉള്ളത് നമുക്ക് പറയുന്ന അല്ലെങ്കിൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നുണ്ട്. അല്പം കുറച്ച് അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് 4-7-8 ബ്രീത്തിങ് എന്ന് പറയും. അതായത് 4 സെക്കൻഡ്സ് നമ്മൾ ബ്രീത്ത് ഇൻ, നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു. ദെൻ 7 സെക്കൻഡ്സ് നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നു. എന്താണ് നമ്മളുടെ ശ്വാസോച്ഛ്വാസ നമ്മുടെ ലങ്സിൽ അത് ചെയ്യുന്നു. ദെൻ സാവധാനം 8 സെക്കൻഡ് എടുത്ത് നമ്മൾ അത് എക്സൈൽ ചെയ്യുന്നു. അതാണ് 4-7. ഇതൊരു മെത്തഡാണ്, ഒരു ബ്രീത്തിങ്ങിന്റെ ഒരു മെത്തഡാണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ സ്ട്രെസ്ഫുൾ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ബോഡി റെസ്റ്റ്ലെസ് ആകുന്ന സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് പക്ഷേ പലപ്പോഴും ഇതിപ്പോ ഇങ്ങനെ ഇത് കേട്ടതിന് ശേഷം ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാനസിക ഇത് വരുമ്പോഴേക്കും നമുക്ക് അന്നേരം ഞാൻ ബ്രീത്ത് ചെയ്തോളാം എന്ന് വിചാരിച്ച പെട്ടെന്ന് കിട്ടിയല്ല. ഇത് പ്രാക്ടീസ് ചെയ്ത് ഉള്ളവർക്കാണ് പെട്ടെന്നുള്ള ആ എഫക്റ്റ് വരുന്നത്. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. 4-7-8 ബ്രീത്തിങ്ങിന്റെ ഇതാണ്. 4 സെക്കൻഡ് ഇൻഹേലേഷൻ ആൻഡ് 7 സെക്കൻഡ് ഹോൾഡിംഗ് ആൻഡ് ദെൻ ബ്രീത്തിങ് ഔട്ട് ഫോർ 8 സെക്കൻഡ്സ്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ച്, ഇന്ന് ബ്രീത്തിങ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് സ്ട്രെസ് മാനേജ്മെന്റ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കൗൺസിലിംഗ് ഇതുപോലെയുള്ള ആ മേഖലകളിലൊക്കെ ആളുകൾ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കുന്നതാണ് അതായത് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അവരെ ബ്രീത്തിങ് എക്സസൈസ് കൂടി അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കും. അപ്പൊ സ്ട്രെസ് മാനേജ്മെന്റിന് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ദെൻ ഇമോഷണൽ റെഗുലേഷൻസ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, എവരി കോൺഷ്യസ് ബ്രത്ത് ഇൻക്രീസസ് അവർ കോൺഷ്യസ്. അതായത് നമുക്ക് നമ്മളുടെ ആ ബ്രത്തിനെ, നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ആ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു പ്രശ്നം നമുക്ക് തീരും. ഞാനത് വേറൊരു വാക്കിൽ പറയാം. അതായത് നമുക്ക് ഒരേ സമയം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങൾക്ക് ബ്രീത്തിങ് നടത്തുകയും ചെയ്യാൻ സാധിക്കില്ല മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. ഇപ്പൊ ഞാനത് പറയുന്നില്ല, കാരണം ഞാനത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് തന്നെത്താൻ നോക്കാം. നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കാത്തത്. അതായത് ഞാൻ മൈൻഡ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ബ്രീത്ത് നടത്തുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ടാണ്, മെഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം രണ്ടും കൂടെ നടക്കില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് നടക്കുകയില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇമോഷണൽ റെഗുലേഷന് ഇത് വളരെ സഹായകമായിട്ടുള്ള ഒരു ഏരിയയാണ്. ആങ്കർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇത് ഉപകാരപ്പെടും. പെട്ടെന്ന് മുൻകോപമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം. നമുക്ക് കൂടുതൽ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് വരുന്ന സമയത്ത്. ഇൻക്രീസിങ് ഫോക്കസസ്. ഓക്കെ, കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്കാണെങ്കിലും, കുട്ടികൾ പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ എഴുതുന്നവർക്കാണെങ്കിൽ കൂടുതൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വഴി അവർക്ക് കൂടുതൽ ഫോക്കസ് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഇമോഷണൽ റെഗുലേഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസ് വരാതെ കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കാൻ സാധിക്കും. ദെൻ ഡിക്രീസിങ് ആങ്സൈറ്റി. ഓഫ് കോഴ്സ് നമ്മൾ ആങ്ഷ്യസ് ആകാതിരിക്കുന്നതിന് വേണ്ടി, മെന്റൽ ആയിട്ടുള്ള ആ ഒരു ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഏരിയ ആണ്. ഇൻക്രീസിങ് മോർ സെൽഫ് അവെയർനെസ്. ഓക്കെ, ഇമോഷണൽ റെഗുലേഷൻസ് വരുന്നു, ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൂടുതൽ സെൽഫ് അവെയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ് ഉപയോഗിക്കാം. അടുത്തത് ബെനിഫിറ്റ്സ് ആണ്. ഒന്ന്, നമ്മളുടെ നെർവസ് സിസ്റ്റം റെഗുലേഷൻ. നമുക്ക് ബ്രീത്തിങ് വഴി, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ബ്രീത്തിങ് വഴി, അല്ലെങ്കിൽ മെഡിറ്റേഷൻ വഴി നമ്മളുടെ ആ നെർവസ് സിസ്റ്റത്തെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. ദെൻ പെയിൻ റിലീഫ്.
പെയിൻ റിലീഫിന്, പ്രത്യേകിച്ച് ഏതെങ്കിലും ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രോണിക് പെയിൻ ഉള്ള ആളുകൾക്കാണെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് വഴി അവർക്ക് ആ ബ്രീത്തിങ്ങിനെ കുറിച്ചുകൂടി ലഘൂകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ഉണ്ടാകും, ഇത് സാരമില്ല എന്ന് വെക്കാൻ. അല്ലെങ്കിൽ എപ്പോഴും ഇതെല്ലാം കംപ്ലൈൻസിന്റെ പ്രശ്നമാണ്, മനസ്സിലായോ? മെന്റൽ ആയിട്ടുള്ള അതാണ്, അല്ലെങ്കിൽ ഇമോഷണൽ ആണ്. എന്തൊരു വേദനയാണ് സാധാരണ, എന്തൊരു ഭയങ്കര വേദനയാണ് എന്നൊക്കെ പറയും. വേദനയ്ക്ക് ഭയങ്കര പേടിപ്പിക്കുന്ന വേദന ഉണ്ടാകാം. പക്ഷെ ഞാൻ പറഞ്ഞ പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ദെൻ റെഡ്യൂസ് ദ അമിഗ്ഡാല ആക്ടിവിറ്റി. ഓക്കെ, നമ്മൾ ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എന്താണ് നമ്മുടെ അമിഗ്ഡാല? അതായത് ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് മോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ആധുനിക ലോകത്ത് പോലും വികാരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള സ്ട്രെസ് കൊണ്ട് നമ്മൾ ഒരു ശത്രുവിനെ, ഒരു എന്തോ ജീവഹാനി ഉണ്ടാകുന്ന രീതിയിലുള്ള ചിന്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് റെഡ്യൂസ് ചെയ്യുകയും മറ്റു നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷണൽ ബ്രെയിനിനെ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. ദെൻ മാനേജ്മെന്റ് ഓഫ് സ്ട്രെസ്, ദാറ്റ് മീൻസ് ഇൻഡ്യൂസിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, കൂടുതൽ ഡോപ്പമൈൻ, സെറോട്ടോണിൻ ഇങ്ങനെയൊക്കെയുള്ള അത് വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും. എന്താണ് നമ്മുടെ ബോഡി ശാന്തമാകുന്നത് വഴി, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ബ്രീത്തിങ് വഴി. ഇൻക്രീസ്ഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം റെസ്പോൺസ്, അതായത് നമ്മൾക്ക് കൂടുതലായിട്ട് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിലേക്ക് പോകുന്നു. കാരണം കൂടുതലായിട്ട് നമ്മളുടെ ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. അതുവഴി നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അടുത്ത ബെനിഫിറ്റ് ഡിക്രീസ്ഡ് ഇൻസോംനിയ, അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം കുറവ് അല്ലെങ്കിൽ മറ്റതുപോലുള്ള അസ്വസ്ഥതകളുള്ളവർക്ക് സാധിക്കും. ഇംപ്രൂവ്ഡ് റെസ്പിറേറ്ററി ഫങ്ഷനിങ്, ആസ്മ അല്ലെങ്കിൽ മറ്റതുപോലുള്ള ബ്രോങ്കൈറ്റിസ് അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇവർ കുറച്ചുകൂടി ഈ ഷാലോ ബ്രീത്തിങ്ങിന് പകരം കുറച്ചുകൂടി ഡീപ്പായിട്ട്, കോൺഷ്യസ് ആയിട്ട്, മൈൻഡ്ഫുൾ ആയിട്ട് ഇവർ ബ്രീത്തിങ് നടത്തുന്നത് വഴി അസ്വസ്ഥത അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മളുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ചില ആളുകൾ പറയാറുണ്ട്, ചില സമയത്ത് അവർക്ക് ഹാർട്ടിന് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള പെയിൻ അവർക്ക് അനുഭവപ്പെടും. അത് ചിലപ്പോൾ ഗ്യാസിന്റെ ആണോ അതോ ഹാർട്ടിന്റെ ആണോ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ. അപ്പൊ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ശ്വാസോച്ഛ്വാസ രീതി പഠിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഇംപ്രൂവ്ഡ് ഡൈജഷൻ. ഓഫ് കോഴ്സ് നമ്മൾ നെർവസ് അല്ലാത്ത, ഡിസ്റ്റർബ്ഡ് അല്ലാത്ത സമയത്താണ് നമുക്ക് നമ്മളുടെ ഗട്ട് ഫങ്ഷൻ കൂടുതലായിട്ടുണ്ടാകുന്നത്, അതിന് സാധിക്കും. ദെൻ ഇൻക്രീസ്ഡ് ന്യൂറോളജിക്കൽ ഫങ്ഷനിങ്, നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് അമിഗ്ഡാല അതിന്റെ ആ ഫങ്ഷനിങ് കുറയുന്നു. അതുപോലെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വരുന്നു, ലോജിക്കൽ തിങ്കിങ് കൂടുന്നു. അങ്ങനെയുള്ള നമ്മളുടെ ആ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഫങ്ഷനിങ് കൂടുതൽ നടക്കുന്നതിന് സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിന് ശേഷം നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് പോകാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ചോദിച്ചോട്ടെ? യെസ് പ്ലീസ്. യാ, സാറേ, ഈ ഡീപ്പ് ബ്രീത്തിങ് ഉണ്ടല്ലോ, അത് കൂടുതൽ നമ്മൾ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ? ഓക്കെ, ഡീപ്പ് ബ്രീത്തിങ് കൂടുതൽ ഓക്സിജൻ, എനിക്കതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, അതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ചിലർ പറയുന്നു കൂടുതൽ ഓക്സിജൻ അത് നമ്മളുടെ ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതേക്കുറിച്ച് അറിയത്തില്ല. നിങ്ങൾ തന്നെത്താൻ അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഞാനത് പറയാം. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇത് മുറിവൈദ്യന്മാരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരേതെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് കേട്ടിട്ടുള്ള ഒന്ന്, പുരുഷന്മാരെ സംബന്ധിച്ച് കൂടുതലായിട്ട് ബ്രീത്തിങ് നടത്തി കഴിഞ്ഞാൽ അവരുടെ ജെനിറ്റൽ ഓർഗൻ അവിടെ ഏത് തരത്തിലുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെടാമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുരുഷന്മാരെ സംബന്ധിച്ചാണ്. അതിന്റെ
ശാസ്ത്രീയത എന്തുണ്ടെന്ന് ഇപ്പം ഈ ചോദ്യം ഞാൻ ഇതിനുള്ള പ്രതീക്ഷിക്കാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് വായിച്ചത് മലയാളം മാസികകളിലൊന്നും അല്ല. ഞാൻ അത് ജർമ്മൻ മാസികയിലാണ്, ജർമ്മൻ ഇതിനകത്താണ് ഞാൻ വായിച്ചത്. അപ്പം കാണുമായിരിക്കാം, പക്ഷെ നമ്മളത് കണ്ടുപിടിക്കണം അതേക്കുറിച്ച്. യെസ്. ഓക്കെ സർ. ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, നമുക്കിപ്പോൾ മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഡിസ്കഷൻ ആകും. അനലി സർ, മെഡിറ്റേഷൻ. Okay then, yeah. Second day. ശബ്ദതയുടെ ഈ നിമിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രദ്ധാപൂർവമായ ശ്വസനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഓരോ നിമിഷവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായ മാർഗമാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം. സുഖപ്രദമായ ഒരു സ്ഥലത്ത് നട്ടെല്ല് നിർത്തി ശാന്തമായി സ്ഥാനം പിടിക്കുക, സ്ഥാനത്തിരിക്കുക. മറ്റുള്ള നിങ്ങളുടെ തിരക്കുകളും ചിന്തകളും എല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായി ഇവിടെ സന്നിഹിതരായിരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ അടുത്ത 20 മിനിറ്റിലേക്ക് വിട്ടുകൊടുക്കുക. ശ്വസനമല്ലാതെ മറ്റൊന്നും നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ധ്യാനത്തിന് പൂർണ്ണമായും സന്നദ്ധരായി എന്ന് കരുതുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ സൗമ്യമായി അടയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരിയ നോട്ടം അല്ലെങ്കിൽ ഒരു 45 ഡിഗ്രിയിൽ നിങ്ങൾക്ക് പകുതിയിലേറെ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ധ്യാനം നടത്താം. അല്പസമയം നമുക്ക് നമ്മളുടെ ശരീരത്തെ നിരീക്ഷിക്കാം. നിങ്ങൾ
ഇരിക്കുന്ന ആ കസേര അല്ലെങ്കിൽ ആ നിലം, നിങ്ങളുടെ ശരീരം സമ്പർക്കം പുലർത്തുന്ന എല്ലാ കാര്യങ്ങളും, ഒരുപക്ഷെ നിങ്ങളുടെ കാലുകളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആസനമാകാം, ഇതെല്ലാം ഒന്ന് നിരീക്ഷിക്കുക. അതിൽ നിങ്ങളുടെ മുഴുവൻ ഭാരവും അതിന് ആ താങ്ങുന്ന അതേക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് എടുക്കാം, മനസ്സിലാക്കാം. നിങ്ങളുടെ ശ്രദ്ധ സാവധാനം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മാറ്റുക. നിങ്ങളുടെ മൂക്കിലൂടെ മാത്രം ശ്വസിക്കുക. ശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന പല സ്ഥലങ്ങളുണ്ട്. ഒന്ന് മൂക്കിന്റെ അഗ്രമാകാം, അല്ലെങ്കിൽ നെഞ്ചിന്റെ ഉയർച്ചയും താഴ്ചയുമാകാം, അതുമല്ലെങ്കിൽ ഉദരത്തിന്റെ വികാസവും അതുപോലെ ചുരുങ്ങലുമാകാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഏതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാലും നിങ്ങൾ ഒരു തെറ്റും ശരിയും ഇവിടെ ചെയ്യുന്നില്ല. എല്ലാം നല്ലത് തന്നെ. നിങ്ങളിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ വായു ചൂടുള്ളതാകാം, അല്ലെങ്കിൽ തണുപ്പുള്ളതാകാം, അതുമല്ലെങ്കിൽ ആഴം കുറഞ്ഞ രീതിയിലായിരിക്കാം വായു നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെല്ലാം നിങ്ങൾ അറിയുക. ശാന്തമായി നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. വായു നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിശബ്ദമായി പറയാം, ശ്വസിക്കുകയാണ്, ഞാൻ ശ്വസിക്കുകയാണെന്ന് എനിക്കറിയാം. ഒരു പ്രാവശ്യം കൂടി, ശ്വസിക്കുകയാണ്, ഞാൻ ശ്വസിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ ഓരോ ശ്വാസോച്ഛ്വാസവും നടത്തുമ്പോൾ അകത്തേക്ക് വരുന്ന വായുവിനെ കുറിച്ച് പൂർണ്ണമായ അവബോധം നിലനിർത്തി അടുത്തത് നമ്മൾ നിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ നിശ്വസിക്കുകയാണ്, ഞാൻ നിശ്വസിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ നിശ്വസിക്കുകയാണ്, ഞാൻ നിശ്വസിക്കുകയാണെന്ന് എനിക്കറിയാം. ഏതാനും നിമിഷത്തേക്ക് പൂർണ്ണമായി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ചുള്ള അവബോധം നിലനിർത്തിക്കൊണ്ട് ഞാൻ ശ്വസിക്കുകയാണ്, ഞാൻ ശ്വസിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ നിശ്വസിക്കുകയാണ്, ഞാൻ നിശ്വസിക്കുകയാണെന്ന് എനിക്കറിയാം. മനസ്സിൽ ആവർത്തിച്ച് ശ്വാസനിശ്വാസങ്ങളെ
പൂർണ്ണമായി നിങ്ങൾക്ക് നിരീക്ഷിക്കാം. നിങ്ങൾക്ക് കൂടുതലായ പരിശീലനം അല്ലെങ്കിൽ അറിവ് ധ്യാനത്തിലില്ലെങ്കിൽ, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ മുഴുകിപ്പോകുന്നെങ്കിൽ അതിനെ മാറ്റി കൂടുതൽ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിങ്ങൾക്ക് എണ്ണാം. ഈ രീതി പലർക്കും സഹായകരമാണ്. അത് ഇപ്രകാരമാണ്: നിശബ്ദമായി നിങ്ങളുടെ മനസ്സിൽ എണ്ണുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ 1 എന്നെണ്ണുക. ശ്വാസം ഉള്ളിൽ നിന്ന് പോകുമ്പോഴും 1 എന്നെണ്ണുക. അതായത് ഒരു ശ്വാസനിശ്വാസത്തെ ഒന്നായിട്ട് കണ്ട് 1 എണ്ണുക. അടുത്ത ശ്വാസം എടുക്കുമ്പോഴും 1, വായു പുറത്തേക്ക് വിടുമ്പോൾ 2 എന്നെണ്ണുക. ഇത് 10 വരെ ഇങ്ങനെ എണ്ണുക. അതിനുശേഷം വീണ്ടും 1ലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഏതാനും നിമിഷം ഈ രീതി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശീലിക്കാം. ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ ദയാപൂർവം നിങ്ങളുടെ മാനസികമായ ചിന്തകളെ അല്ലെങ്കിൽ ശരീരത്തിൽ അനുഭവപ്പെടുന്ന എന്തെങ്കിലും അസ്വസ്ഥതകളെ, സംവേദനങ്ങളെ ശാന്തമായി ദയോടെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും വരിക. അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവബോധത്തോടെ ഓരോ ശ്വാസോച്ഛ്വാസവും നിങ്ങൾ നടത്തുക. നമുക്ക് ധ്യാനം തുടരാം.
ശാന്തമായി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക. ഓരോ ശ്വാസവും ഓരോ അനുഭവങ്ങളാണ്. ഓരോ നിമിഷവും പുതിയതാണ്. അതിൻ്റെ ആ കൗതുകം, അത് നമുക്ക് നൽകുന്ന ശാന്തത, ഓരോ പുതിയ ശ്വാസോച്ഛ്വാസവും നമ്മളുടെ ശരീരത്തിന് നൽകുന്ന സൗഖ്യം എല്ലാം അറിയുക. ഇത്രയും സമയം നിങ്ങൾക്കിതിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും നിങ്ങൾക്ക് സാധിച്ചതിന് നിങ്ങൾ നന്ദി പറയുക. നിങ്ങളോട് തന്നെ നന്ദി പറയുക. നിങ്ങളെ തന്നെ അനുമോദിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി പൂർണ്ണമായി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ചുള്ള അവബോധം വീണ്ടെടുക്കുക. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും നിങ്ങളിരിക്കുന്ന ആ മുറിയെക്കുറിച്ച്, അല്ലെ ആ പരിസ്ഥിതിയെക്കുറിച്ച്, അതിൻ്റെ ചുറ്റുമുള്ള എല്ലാറ്റിനെക്കുറിച്ചും അവബോധം വീണ്ടെടുക്കുക. ശാന്തമായി സൗമ്യമായി നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് തുറക്കാം. ധ്യാനം അവസാനിച്ചു. യെസ്, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സാർ ഇന്ന് എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യണമായിരിക്കും ചിലപ്പോൾ, ഒരുപക്ഷെ. ഓക്കെ സാർ. യെസ്, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. രമാപതി മാം തുടങ്ങിയോ? അൺമ്യൂട്ട് ചെയ്തോളുക. കേൾക്കുന്നില്ല, അൺമ്യൂട്ട്. സാറിന്റെ ക്ലാസ്സിൽ ഇന്ന് ഭാഗ്യം കൊണ്ട് ഇരിക്കാൻ പറ്റും. എനിക്കിന്ന് ഫുട്ബോൾ കളി കാണാൻ ഇന്ന് കളിയില്ല, അതുകൊണ്ടാണ്. അതെനിക്കൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് സാറ്. കാരണം സാറ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അത്രയും, അതായത് നമ്മളെ ശരീരത്തിന് അത്രയും, നമ്മളെ ശരീരത്തിനെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് സാറേ. കറക്റ്റാണ്. അതിപ്പോ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ബ്രെയിനും മനസ്സെല്ലാം വർക്ക് ചെയ്താൽ നമുക്ക് ഈ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ആരോട് ദേഷ്യം ഉണ്ടാവില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സാറ് പറഞ്ഞു വ്യായാമത്തിനെ പറ്റിയിട്ടും ഭക്ഷണത്തിനെ പറ്റിയിട്ടും. വ്യായാമം ചെയ്ത് നല്ല ചെറുതായിട്ട് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക എന്നുള്ളത് വളരെ, എന്താ പറയേണ്ടത്, സാറിന്റെ ക്ലാസ്സിൽ നിന്ന് വളരെ, എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ സാർ ഇതിൽ പറഞ്ഞാല്. പിന്നെ ഈ ബ്രീത്തിങ്ങിന്റെ പറയുമ്പം ഞാനിപ്പോ യോഗ പഠിക്കുമ്പം ബ്രീത്തിങ്ങിന്റെ പഠിച്ചത് ഒരു 14 മുതൽ 16 വരെ 1 മിനിറ്റിൽ ശ്വസിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് കുറച്ച് കൊണ്ടുവന്ന് 1 മിനിറ്റിൽ കുറെ കുറച്ച് കൊണ്ടുവന്നാല് ഇപ്പൊ ആമ 150, 300 വർഷം വരെ ജീവിക്കുന്ന ആമകൾ ഉണ്ട്. 150 വർഷം എന്ന് പറയുമ്പോൾ നമ്മളെ മനുഷ്യ ശരീരം ഒരു 120 വയസ്സ് വരെ സുഖമായിട്ട് പോകുന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ആരോ ചോദിച്ചു ഓക്സിജൻ അധികം എടുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം എടുക്കാൻ നമുക്ക് പറ്റൂല സാറേ. നമ്മള് ഓരോ വർക്കിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കുമ്പം നമുക്ക് ഓക്സിജനെ പറ്റി ശ്രദ്ധിക്കാനേ പറ്റില്ല. നമ്മൾ എന്താ ഹാബിറ്റ് അതുപോലെ പറ്റുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനിൽ ഇരുന്നിട്ടോ
നമ്മൾ തന്നെ ശ്വാസഗതി ശ്രവിക്കുകയാണെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ 16 പ്രാവശ്യം നല്ലുള്ളത് ഒരു 10 പ്രാവശ്യത്തിലാക്കാൻ എന്തായാലും നമുക്ക് പറ്റും. അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സാറിന്റെ ഇപ്പം ഈ 4, 7, 8 പറഞ്ഞല്ലോ സാറേ, അത് നമ്മള് യോഗ ചാമ്പ്യൻഷിപ്പിനൊക്കെ പോകുമ്പോൾ അതാണ് സാർ സംഭവിക്കുന്നത്. കാരണം നമ്മൾ ബ്രീത്തിങ് എടുത്തുകൊണ്ട് പിന്നെ യോഗന്റെ ഓരോ ഇത് ആസനത്തിലേക്ക് പോകുമ്പോഴും യോഗാസനത്തിലേക്ക് പോകുമ്പോഴും പിന്നെ അത് അവിടെ നിർത്തിക്കൊണ്ട് അവര് നെക്സ്റ്റ് പറയുമ്പോൾ മാത്രമേ നമ്മളത് ആയിക്കോട്ടെ. അപ്പൊ അതാണ് അതിൽ സംഭവിക്കുന്നത്. സാറ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അതുപോലെ തന്നെ എനിക്കിപ്പോ ഈ മെഡിറ്റേഷൻ ഉണ്ടല്ലോ സാർ, എനിക്ക് പുതിയൊരു അനുഭവം ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വളരെ ഇങ്ങനെ പിന്നെ ഞാൻ കണ്ണിങ്ങനെ നല്ലോണം അമർത്തി അടക്കൂല. എപ്പോഴും കണ്ണിങ്ങനെ സോഫ്റ്റ് ആയിട്ടേ അടക്കുള്ളൂ. അങ്ങനെ കുറച്ച് കളർ ഇങ്ങനെയൊക്കെ വരും സാർ അതിന്റെ ഇടയിൽ ഇന്നൊരു പുതിയ അനുഭവം. എനിക്ക് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്റെ മുമ്പിൽ ഈ ചെറിയ തോടുണ്ടാവില്ലേ സാറേ, നിശ്ചലമായിട്ടുള്ള ജലം. അതില് ഒരു സൈഡില് 2 ഇങ്ങനെ ചെറിയ ഇങ്ങനെ കല്ലുകൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട് 2 സൈഡിൽ ഇങ്ങനെ ആയിട്ട്. അതിന്റെ ആ വെള്ളം ഉണ്ടല്ലോ സാറേ, നിശ്ചലമായിട്ട് ഒഴുകുന്നില്ല. ഒഴുകാതെ ഇങ്ങനെ നിശ്ചലമായിട്ട് അതിന്റെ അടിയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലുകളെല്ലാം ഉണ്ടാവില്ലേ. ഞാൻ കണ്ടു സാറേ. താങ്ക് യു സാർ. വളരെ എഫക്റ്റീവ് ആയിരുന്നു എനിക്കിത്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ഷീല മാം പറയൂ. സാറേ, എനിക്ക് ഇന്നത്തെ മെഡിറ്റേഷനില് പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായ ഒരു സാറ് കൊടുത്തിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട്, ആദ്യത്തെ ആ ബെല്ലോട് കൂടി തന്നെ നമ്മൾ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ സാറ് പറയുന്നതിലോട്ട് വരുന്നുണ്ട്. സാധാരണ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലുള്ള ഒരു അനുഭവമല്ലേ എപ്പോഴും ആന്റണി സാറിന്റെ മെഡിറ്റേഷൻ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കാറുണ്ട് ഞങ്ങള്. പിന്നെ വേറൊരു കാര്യം തോന്നിയത്, സാറിന്റെ സ്വരത്തിന്, സാറ് തരുന്ന മെഡിറ്റേഷനിൽ തരുന്ന ആ ശബ്ദത്തിന് ഒരു ഒരു ആജ്ഞാസ്വരം, മോശമായിട്ടല്ല, ആജ്ഞാസ്വരം. അതായത് ഇതിൽ ശ്രദ്ധിക്കൂ, മെഡിറ്റേഷനിൽ ശ്രദ്ധിക്കൂ എന്നുള്ള ആ ഒരു മൈൻഡ് നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അല്ല നമ്മുടെ ചിന്തകള് ഈ 20 മിനിറ്റ് എന്ന് സാറ് പറയുമ്പോഴത്തേക്ക് 20 മിനിറ്റ് കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ രമാദേവി മാഡം പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് അങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇതിലൊന്നും ഒന്നും കണ്ടില്ല. സാറ് പറയുന്നതിലൂടെ പോയപ്പോഴത്തേക്ക് ശ്വാസം ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നതും ഉച്ഛ്വാസവും നിശ്വാസവും, അതില് സാറ് പറഞ്ഞ നമ്പറിങ് ഉണ്ടല്ലോ സാർ, അതെനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടും ഒക്കെ തോന്നി. 1, 2 പിന്നെ 1, 1, 1, 2, 1, 3 പറഞ്ഞല്ലോ. ഉച്ഛ്വസിക്കുമ്പോ 1ഉം നിശ്വസിക്കുമ്പോ പിന്നെ നമ്പർ ഇൻക്രീസ് ചെയ്തും പോകുന്ന ആ ഒരു രീതിയൊക്കെ പറഞ്ഞപ്പോ അത് ശരിക്കും ആ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റി. നല്ലൊരു സുഖം കിട്ടി സാറേ. നമ്മള് എവിടെയോ ഒരു നമ്മുടെ മനസ്സിന് സുഖം കിട്ടുന്ന ഒരു യാത്ര ചെയ്തതുപോലെയുള്ള ഒരു സുഖമാണ് കിട്ടിയത് സാറേ. വളരെ ഉപകാരം സാറേ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ഒരു കാര്യം ഷീലാജി പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതായത് ഞാന് ഒരു ശ്വാസം എടുക്കുമ്പോൾ ഒന്ന്, ശ്വാസം വിടുമ്പോൾ ഒന്നെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ആ രീതിയിലല്ല ഇപ്പൊ ഷീലാജി പ്രസന്റ് ചെയ്തത്. അതിനകത്ത് ഒരു കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം. അപ്പൊ അത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് അകത്തേക്ക് വരും, ശ്വാസം അകത്തേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ആ രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്യാം. നമുക്കിതിപ്പം ഇതെല്ലാം ഈ കൗണ്ടിങ് ഒക്കെ വരുന്നത് ആൾക്കാർ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ ശ്രദ്ധ മാറിപ്പോകുന്നു അല്ലെങ്കിൽ ചിന്തകളിലേക്ക് പോകുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ആ രീതിയിൽ ചെയ്താലും അതാ ഒന്നെന്നുള്ളത് ഒരു ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോഴും കൗണ്ട് ചെയ്യാം 1. അല്ലെങ്കിൽ ഇൻടേക്കിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് അതിനും 1, 2 കൗണ്ട് ചെയ്യാം. കുഴപ്പമില്ല. അത് ഓക്കെ. റോയ് സാർ. എൻ്റെ ഇന്നത്തെ മെഡിറ്റേഷൻ വേറൊരു അനുഭൂതിയാവട്ടെ. കാരണം കുറേയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു
അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. അതിന് വല്ല തടസ്സമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നേ ഉള്ളൂ. പക്ഷേ ഈ ബ്രീത്തിങ് ഇതുപോലെ സുഖമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഈ മെഡിറ്റേഷനിലുണ്ടായി. അപ്പോൾ നേരത്തെ മുതലേ കിട്ടിയിരുന്നതിൻ്റെ ഒരു ഫോളോ അപ്പ് ആണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. കാരണം നമ്മൾ അത്രയും സമയം കുറെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സാധാരണ ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് വേറൊരു ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സാറേ, ഈ ഓക്സിജൻ എടുത്താൽ പോരാ, അത് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബ്രെയിൻ ലങ്സിനുണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ രോഗവുമായി ബന്ധപ്പെട്ട് വരുന്നതും അതല്ലാതുള്ള ഒരു മെഡിറ്റേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇപ്പോൾ വെന്റിലേറ്ററൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവാണ്. പക്ഷേ ഓക്സിജൻ അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലങ്സിന് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല എന്ന് പറയുന്നുണ്ട്, രോഗത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നോർമലായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾ റീസെറ്റ്, ലെറ്റ് ഗോ ആൻഡ് ആങ്കർ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വളരെ ഇമ്പ്രസീവായി. സാറിൻ്റെ ഇൻട്രഡക്ഷനും വളരെ ഇമ്പ്രസീവായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന്, എമോഷൻ, ഇതിനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും അതുവഴി ഒരു പുതിയ ഹാബിറ്റ് അല്ലെങ്കിൽ മോശമുള്ളതൊക്കെ കണ്ടുപിടിച്ച് ഒരു പുതിയ തുടക്കം മൈൻഡ്ഫുള്ളിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഉറപ്പ് കിട്ടി സാറിൻ്റെയും. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു റോയ് സാർ. ഓക്കെ, ഉഷ മാം. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് തന്നെ ഇന്ന് അനന്ത് സാറിന്റെ പുതിയ സെഷനുമായിട്ട് അനന്ത് സാർ റീജോയിൻ ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു, ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ പുതിയൊരു മൈൻഡ്ഫുൾനെസിന്റെ പുതിയൊരു ഏരിയയിലേക്ക്, പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. അത് ഈ വർഷം മുഴുവനും നമ്മൾക്കത് ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് അറിയിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് മിസ് ചെയ്തിരുന്നു സാറിനെ, അതുപോലെ ഈ സെഷനും മിസ് ചെയ്തിരുന്നു. റീസെറ്റ്, ലെറ്റ് ഗോ ആൻഡ് ആങ്കർ എന്നുള്ള ഒരു പുതിയ ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. കാരണം മൈൻഡ്ഫുൾനെസ് എങ്ങനെ ബ്രീത്തിങ്ങിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ നമ്മുടെ അവയർനെസ് ബോഡി, അതുപോലെ തന്നെ ബ്രെയിൻ സിസ്റ്റം, ബോഡി സിസ്റ്റം, അതിന്റെ ഇമോഷണൽ സിസ്റ്റം, എങ്ങനെയാണ് അതിനെ നമ്മുടെ ബ്രീത്തിങ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് സാർ ഇന്ന് ക്ലാസ് എടുത്തത്. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ രീതിയിൽ സാർ അത് പറഞ്ഞു തന്നു. അതുപോലെ നമ്മുടെ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് നമ്മൾ നമ്മുടെ അറ്റൻഷനെ ഫോക്കസ് ചെയ്യുന്നതെന്നും, അതുപോലെ ഇൻഹേൽ ചെയ്യുകയും എക്സ്ഹേൽ ചെയ്യുമ്പോഴും അതിന്റെ ബോഡി എങ്ങനെയാണ് റിസൈലൻസ് ചെയ്യുന്നതെന്നും, ഹോമിയോസ്റ്റാറ്റിസിസ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്നും ഒക്കെയാണ് സാറ് വളരെ വിശദമായിട്ടുള്ള രീതിയിൽ സാർ അതിനെ കുറിച്ച് പറഞ്ഞു തരികയൊക്കെ ചെയ്തു. നമ്മുടെ അതുപോലെ അതിനുശേഷമുള്ള മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു അവയർനെസ് കിട്ടിയതിന് ശേഷം നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ അതിന് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാനും ഒരു കമാൻഡിങ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. കുറച്ച് സമയമെങ്കിലും തിരക്ക് പിടിച്ച ഒരു ജീവിതത്തില്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫില്, ഡേ ടൈമില് കഴിഞ്ഞിട്ട് കുറച്ച് സമയമെങ്കിലും നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനും അവെയർ ആയിരിക്കാനും നമ്മളായിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു അറ്റൻഷനും കൊടുക്കാനും ഒക്കെ സാധിക്കാൻ ഒരു അവസരമാണ് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അനന്ത് സാറേ, ഒത്തിരി സന്തോഷം. പുതുവർഷത്തിന്റെ എല്ലാ ആശംസകളും. സാറ് പുതുവർഷത്തിൽ വളരെ പുതുമയോടുകൂടി ഒരു അവതരണമായിരുന്നു. മുൻപ് പറഞ്ഞവരൊക്കെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല, എല്ലാം അപ്പാടെ തന്നെ ഞാനും പറയുക. സാറേ, ഈ ഓക്സിജന്റെ കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ട് പറഞ്ഞു കേട്ടതുപോലെ ഈ അടുത്ത കാലത്ത് എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്
ഒരു പേഷ്യന്റിന് ഓക്സിജൻ ട്രീറ്റ്മെന്റ്, ഓക്സിജൻ ചേംബറിൽ കിടത്തി ഓക്സിജനിൽ എത്രയോ മണിക്കൂറുകൾ കിടത്തുന്ന അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ച് ഞാൻ കേട്ടു. എന്നോട് നേരിട്ട് പറഞ്ഞതാ. എന്തായിരുന്നു അയാളുടെ അസുഖം എന്നൊന്നും ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല. വേറെ ഏതോ ഒരാളുടെ കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞതാണ്. അത് കേരളത്തിൽ ഒരു ഹോസ്പിറ്റലോ മറ്റോ ഉള്ളൂ പോലും. അമൃതയിലാണെന്നാണ് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ. കുറെ നാൾ, ഒരു വർഷമെങ്കിലും ആയി. ഇപ്പൊ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആദ്യത്തേതാണെന്ന് പറഞ്ഞു. ആ ഓക്സിജൻ നിറച്ച ചേംബറിനകത്ത് ഈ ആളെ സൂക്ഷിക്കും കുറച്ച് സമയത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഹാംഫുൾ ആണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ വഴിയില്ലല്ലോ. അതൊരു നൂതന ചികിത്സാ സമ്പ്രദായം എന്ന് കേട്ടു എന്ന് പറഞ്ഞു വരെ ഞാൻ ഒന്ന് ഷെയർ ചെയ്യണം. കൂടുതലൊന്നും എനിക്കറിയില്ല, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യം ആയതുകൊണ്ട് അന്വേഷിച്ചില്ല. പിന്നെ സാറേ, മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിൻ്റെ അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ ബെനിഫിറ്റും ഞാനത് ഓരോന്ന് ഇങ്ങനെ പ്രത്യേകം നോട്ട് ചെയ്ത് പ്രത്യേകം വെച്ചിരിക്കുക. അതുപോലെ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കണം മനസ്സിലാഗ്രഹമുണ്ട്. എണ്ണം ഒന്ന് കുറച്ചാൽ ചിലപ്പോൾ വയസ്സിൻ്റെ എണ്ണം കൂട്ടാമെന്നൊക്കെ പറഞ്ഞല്ലോ. ആഗ്രഹമുണ്ട്, നടക്കുമെങ്കിൽ. ഓക്കെ, വലിയ സന്തോഷം സാറേ. ഒത്തിരി ഈ വർഷം ഇനി തുടർച്ചയായി കേൾക്കാമെന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ജോർജ് സാർ. സാറ് പറഞ്ഞതിനെ കുറിച്ച് കാനഡയിലുള്ള ഒരാളെ ഈ ഓക്സിജൻ ട്രീറ്റ്മെന്റ് നടത്തിയ ഒരു പേഷ്യന്റിനെ, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അത് അവര് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ പൊട്ടിപ്പോയി, വളരെ കോംപ്ലിക്കേഷൻ ആയി, ഏകദേശം ഒരു മരണത്തിന്റെ അടുത്ത് വരെ എത്തി. കാരണം കാലെല്ലാം അങ്ങോട്ട് അനക്കാൻ മേലാതെ പൊട്ടി വലിയ വിഷമമായി. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് വലിയ മുറിവായിരുന്നു. ഞാൻ അതിന്റെ ഫോട്ടോയൊക്കെ കണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഓക്സിജൻ ട്രീറ്റ്മെന്റ് നടത്തി. 1 മണിക്കൂറാണത്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ അത് ബാഹ്യമായിട്ട് അല്ലെങ്കിൽ മുറിവുകളിലേക്ക് അയാളുടെ ശരീരത്തെ ഹോൾ ബോഡിയിലേക്ക് പോകുന്നതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ചെല്ലുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന്. കാരണം നമ്മുടെ ബ്രെയിനിൽ അല്പം ഓക്സിജന്റെ കുറവ് വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ ശ്വാസോച്ഛ്വാസം എന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമേ അത് അഫക്റ്റ് ചെയ്യുന്ന ഒരവയവമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതൽ വരുന്നത് കൊണ്ട് ഉണ്ടോ എന്ന് ഞാൻ ഇന്ന് ഇത് കഴിച്ചിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ഓക്സിജൻ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സാർ പറഞ്ഞത് നന്നായി. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള, അത് കൂടുതൽ എനിക്കൊന്ന് ലങ്സിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോഡിയെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ദെൻ ഇനി ആരെങ്കിലും പറയാനുണ്ടോ? തോമസ് ജോൺ സാർ, ശുദ്ധോദനൻ ഡോക്ടർ ഫ്രീ ആണോ? ജസീന? ഓക്കെ, അപ്പോൾ താങ്ക് യു ആന്റണി സാർ. വളരെ സന്തോഷം. പുതുവർഷം എന്ന് പറയുന്നില്ല, ഈ പുതിയ നിമിഷത്തിൽ ഇതുപോലെ പുതുമയോടുകൂടി നമ്മളെ തന്നെ പുനരാവിഷ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ പ്രാക്ടീസസ്, തെറാപ്പികളാണല്ലേ, അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം, മറ്റുള്ളവരിലേക്ക് പകരാം. സോ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. ഇപ്പോ 10 പേരോളം ഉണ്ട്. ഫോർ യുവർ ഇൻഫർമേഷൻ, ഞാൻ ഒരു തിരക്കും പിടിക്കുന്നില്ല. ഇത് തന്നെ ഇനി അടുത്തത് ബ്രീത്തിങ്, കോഹറന്റ് ബ്രീത്തിങ്, ഇങ്ങനെയുള്ള ബ്രീത്തിങ്ങിനെ കുറിച്ച് തന്നെയാണ്. ഇങ്ങനെ വളരെ സ്ലോയിലാണ്, നമ്മുടെ ഒരു ഗിയറുള്ള വണ്ടി പോകുന്നത് പോലെ. ഞാൻ പറഞ്ഞു 4-5 ഗിയറില്ല, വളരെ സ്ലോ ആയിട്ട് ഒരേ വിഷയം തന്നെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു വളരെ അടിസ്ഥാനമിട്ട് നമുക്ക് ഇത് പണിതെടുക്കാം. ഓക്കെ, അടുത്ത ആഴ്ചയിലും ബ്രീത്തിങ്ങിനെ കുറിച്ചാണ് പിന്നീട് കുറച്ച് സമയം എടുക്കാം. കൂടുതൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കിട്ടുന്ന ആ രീതിയിലുള്ളതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്. Okay, bye. See you and good night. See you. Bye. Bye.